അങ്ങനെ ദുബായ് എത്തിയിട്ട് ഡേ 2 ഞങ്ങൾ വന്ന ടൈം ഭയങ്കര ചൂടായതുകൊണ്ട് ഡേ ടൈം പിള്ളേരെല്ലാം കൂട്ടി പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ യൂസ് ചെയ്തിട്ട് പുറത്തൊക്കെ പോക്ക് ഭയങ്കര ടാസ്ക്കാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ഒരു വിൻ്റർ ടൈം ആയതുകൊണ്ട് നമ്മളിങ്ങനെ പകലിട്ട് ഡേ ടൈമൊക്കെ പോവും മെട്രോ ഒക്കെ യൂസ് ചെയ്തിട്ട് ദുബായ് ഒക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം ഇത്തിരി ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രാവശ്യം മാത്രമേ മെട്രോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആച്ചക്ക പിന്നെ തത്തൻ്റെ ഹസ്ബൻഡ് അവർ നൈറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് ആച്ചക്ക വരുമ്പോഴേക്ക് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം ഇവർ റാംബോക്കൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവർക്ക് വ്ളോഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു കൊടുത്തു. ബൈ ദ വേ നമ്മളിപ്പോൾ പോകുന്നത് ഇവർ സ്കൂൾ ഇന്ന് ക്ലോസ് ആയി. അപ്പോൾ അതിനൊരു ഹാപ്പിനെസ് പോലെ അവർക്കൊരു ഫുൾ പ്ലേ ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് റൂമിനടുത്തുള്ള മദീന മാളിലേക്കാണ് പോകുന്നത്. അവിടെ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ഡേ ആയിട്ട് വിട്ടുകൊടുത്തു. അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൻ്റെ വ്ളോഗിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ അവർ ഓരോ റൈഡ്സിലും കയറി ഇറങ്ങി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോയാൽ പോസ്റ്റ് തന്നെയാണ്. എന്നാലും അവരെ ഹാപ്പിനെസ് അല്ലേ, അതുകൊണ്ട് അതങ്ങനെ അവർ ഡേ ആയിട്ട് വിട്ടുകൊടുത്തു. സ്കൂളൊക്കെ പൂട്ടി എല്ലാവരും ഫ്രീ ആയി ക്ലോസ് ചെയ്തിട്ട് പിന്നെ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമേനു. അതുകൊണ്ട് നമ്മൾ പോയപ്പോൾ ഇവരെ കംപ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കൂളുള്ള ടൈമാണെങ്കിൽ ഇവർ ഡേ ടൈം പോയാൽ പിന്നെ ദുബായിൽ ഈവനിങ് വരെ സ്കൂളുണ്ടല്ലോ, വരുമ്പോൾ 3:30 4 o'clock അടുപ്പിച്ചാവും. അതുകൊണ്ട് അന്നേരം കുട്ടികൾക്ക് ഫെല്ലൊക്കെ ബോറടിക്കണമായിരുന്നു. പക്ഷെ നമ്മൾ പോയ കറക്റ്റ് ഒരു ഡേ മാത്രമേ ഇവർക്ക് സ്കൂൾ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ പിറ്റേന്ന് തന്നെ ക്ലോസ് ചെയ്ത്. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മോമോസ് കിട്ടിയിട്ടുണ്ട്. ആ മോമോസും കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് മാർക്കറ്റ്, ഇവിടെ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റും ഫിഷ് മാത്രം എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി. ആ ഫിഷ് മാർക്കറ്റിൻ്റെ മുന്നിൽ ഫ്രണ്ടിൽ തന്നെ ഒരു സീ സൈഡല്ല. അപ്പം അവിടെ കുറച്ച് സമയം ഇങ്ങനെ നടക്കുമ്പോൾ തന്നെയാണ് കുട്ടികൾ പിന്നെയും ഈ ഒരു വാട്ടറിൽ കളിക്കുന്ന ഇത് കണ്ടത്. അപ്പം പിന്നെ അതിലും കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ടൈം അവിടെയും നമ്മൾ പോസ്റ്റാക്കി. അവരതും കുറച്ച് സമയം എൻജോയ് ചെയ്ത ശേഷം ഫെല്ലൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഫെല്ല നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായി. കാരണം അവൾ റിയാദിൽ നമ്മൾ റൂമിൽ ഒറ്റയ്ക്കല്ലേ, ഇവിടുന്ന് ഇവരെ ബ്രദേഴ്സിനെ കിട്ടിയപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഇത് ഇവിടുത്തെ മാർക്കറ്റ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒട്ടുമിക്ക എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട സാധനമൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഫിഷ്. അപ്പോൾ അവിടുത്തെ കല്ലും കയ്യും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത